ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. സ്ത്രീശക്തിയുടെ മഹത്വം ഉയർത്തിയും സ്ത്രീകൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ചും മാത്രമേ ഏതൊരു രാജ്യത്തിനും മുന്നേറാൻ കഴിയൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയപാത 66-ൽ മുക്കോല മുതൽ കേരള തമിഴ്നാട് അതിർത്തി വരെയുള്ള 4-വരിപ്പാതയും തലശ്ശേരി മുതൽ മാഹി ബൈപ്പാസ് വരെയുള്ള 6-വരിപ്പാതയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസിൽ വിവരങ്ങൾ നൽകാൻ സമയം നീട്ടി നൽകണമെന്ന SBIയുടെ അപേക്ഷ സുപ്രീംകോടതി തള്ളി. കേരള സർവകലാശാല യുവജനോത്സവം ഇന്ന് സമാപിക്കും. ഓസ്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച ചിത്രത്തിന് ഉൾപ്പെടെ 7 പുരസ്കാരങ്ങൾ നേടി ഓപ്പൺഹെയ്മർ. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് ഗോവയെ നേരിടും. ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. വാർത്തകൾ വിശദമായി. സ്ത്രീശക്തിയുടെ മഹത്വം ഉയർത്തിയും സ്ത്രീകൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ചു മാത്രമേ ഏതൊരു രാജ്യത്തിനും മുന്നേറാൻ കഴിയൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ സാങ്കേതിക വിപ്ലവത്തിന് നേതൃത്വം നൽകാൻ രാജ്യത്തെ വനിതാ ശക്തിക്ക് കഴിയുമെന്നും പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. വിവിധ മേഖലകളിലായി ഇന്ത്യയിലെ സ്ത്രീശക്തിയുടെ നേട്ടങ്ങളിൽ രാജ്യം അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച സശക്ത് നാരി വികസിത് ഭാരത് പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടൊപ്പം സംഘടിപ്പിച്ച കാർഷിക ഡ്രോൺ പ്രദർശനവും പ്രധാനമന്ത്രി വീക്ഷിച്ചു. ഗ്രാമീണ കാർഷിക മേഖലയിലെ വനിതകൾക്ക് പ്രധാനമന്ത്രി 1000 ഡ്രോണുകൾ കൈമാറി. ഗ്രാമീണ വനിതകളിൽ സാമ്പത്തിക ശാക്തീകരണവും സ്വയം പര്യാപ്തതയും വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടാണ് പരിപാടി. ബാങ്ക് ബന്ധിത ക്യാമ്പുകൾ വഴി സബ്സിഡി നിരക്കിൽ സ്വാശ്രയ സംഘങ്ങൾക്ക് 8000 കോടി രൂപയുടെ ബാങ്ക് വായ്പയും പ്രധാനമന്ത്രി വിതരണം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാന സന്ദർശിക്കും. ഗുരുഗ്രാമിൽ രാജ്യമെമ്പാടുമുള്ള 112 ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കും. 1 ലക്ഷം കോടിയോളം രൂപയുടെ പദ്ധതികളാണ് ഇത്. രാജ്യത്തെ ദേശീയപാത ശൃംഖലയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന പദ്ധതിയാണ് ഇത്. ഒപ്പം സാമൂഹ്യ സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കും. ദേശീയപാത 66-ൽ മുക്കോല മുതൽ കേരള തമിഴ്നാട് അതിർത്തി വരെയുള്ള 4-വരിപ്പാതയും തലശ്ശേരി മുതൽ മാഹി ബൈപ്പാസ് വരെയുള്ള 6-വരിപ്പാതയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്ന് വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെയാണ് ഉദ്ഘാടന പരിപാടി. 2796 കോടി രൂപയുടെ പദ്ധതികൾക്ക് 35 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. മുഴപ്പിലങ്ങാട് മുതൽ അഴിയൂർ വരെയുള്ള തലശ്ശേരി മാഹി ബൈപ്പാസ് കണ്ണൂരും കോഴിക്കോടും തമ്മിലുള്ള ദൂരം ഗണ്യമായി കുറയ്ക്കും. തലശ്ശേരിക്കടുത്ത് ചോനാടത്ത് സജ്ജമാക്കിയ വേദിയിലെ വലിയ സ്ക്രീനിൽ ഉദ്ഘാടന ചടങ്ങ് പ്രദർശിപ്പിക്കും. സ്പീക്കർ AN ഷംസീർ, മന്ത്രി PA മുഹമ്മദ് റിയാസ് എന്നിവർ സംബന്ധിക്കും. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിന്റെ തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ മുഖ്യാതിഥിയാകും. കാര്യവട്ടത്തെ ട്രാവങ്കൂർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ആണ് പരിപാടി. കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറും പങ്കെടുക്കും. ആരെയും കുടിയിറക്കാതെ തന്നെ വേഗതയാർന്ന ട്രെയിൻ യാത്ര കേരള ജനതയ്ക്ക് കേന്ദ്ര സർക്കാർ വന്ദേഭാരതിലൂടെ യാഥാർത്ഥ്യമാക്കിയെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. അമൃത് എക്സ്പ്രസിന് കഴക്കൂട്ടത്ത് സ്റ്റോപ്പ് അനുവദിച്ചത് ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ പാർലമെന്റ് അംഗം ശശി തരൂർ, കടകംപള്ളി സുരേന്ദ്രൻ MLA, റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള സർവകലാശാല യുവജനോത്സവം ഇന്ന് സമാപിക്കും. വൈകുന്നേരം പാളയം യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ ആണ് സമാപന ചടങ്ങ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. 5 ദിവസം നീണ്ട കലാമാമാങ്കത്തിനാണ് ഇന്ന് തിരുവനന്തപുരത്ത് കൊടിയിറങ്ങുന്നത്. 250 കോളേജുകളിൽ നിന്നായി 5000-ഓളം വിദ്യാർത്ഥികളാണ് ഇത്തവണത്തെ കേരള സർവകലാശാല യുവജനോത്സവത്തിൽ മാറ്റുരച്ചത്. തിരുവനന്തപുരം നഗരത്തിലെ 8 വേദികളിലായി അരങ്ങേറിയ യുവജനോത്സവത്തിൽ കിരീടം ചൂടാൻ തിരുവനന്തപുരത്തെ കോളേജുകളുടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. അവസാന ദിനമായ ഇന്ന് നടക്കുന്ന മത്സരങ്ങളുടെ ഫലമായിരിക്കും കിരീട വിജയിയെ തീരുമാനിക്കുക. തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസിൽ വിവരങ്ങൾ നൽകാൻ സമയം നീട്ടി നൽകണമെന്ന SBIയുടെ അപേക്ഷ സുപ്രീംകോടതി തള്ളി. വിവരങ്ങൾ ബാങ്കിന്റെ പക്കലുണ്ട്. നാളെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ സംഭാവന വിവരങ്ങൾ പുറത്തുവിടണമെന്ന് കോടതി നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഭരണഘടനാ ബെഞ്ച് നേരത്തെ ഉത്തരവിട്ടിരുന്നു. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്. കന്യാകുമാരി ജില്ലയിലെ പ്രശസ്തമായ മണ്ടയ്ക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭമാസ കൊട നാളെ. മറുകൊട 19-ാം തീയതി. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കന്യാകുമാരി ജില്ലയിൽ നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. റമദാൻ സംബന്ധിച്ച് ഏകീകരിച്ച തീരുമാനം എടുക്കുന്നതിന് വിവിധ ജമാമത്തുകളിലെ ഇമാമുമാരുടെയും മഹല്ല് ഭാരവാഹികളുടെയും യോഗം ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദിൽ നടക്കും. അതേസമയം സൌദി അറേബ്യയിൽ മാസപ്പിറ കണ്ടതിനെ തുടർന്ന് റമദാൻ വ്രതം ഇന്നു മുതൽ ആരംഭിച്ചു.
ഖത്തർ, UAE എന്നീ രാജ്യങ്ങളിലും ഇന്നു മുതലാണ് റമദാൻ വ്രതം ആരംഭിച്ചത്. ഭക്ഷ്യസംസ്കരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചെറുകിട യൂണിറ്റുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന മിനി ഫുഡ് പാർക്കുകളിലൊന്ന് ഇടുക്കി ചെറുതോണി ടൌൺഷിപ്പിന്റെ ഭാഗമായ ആലിൻചുവട്ടിൽ സ്ഥാപിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. 2022-23 ബജറ്റിലാണ് കാർഷിക വിഭവങ്ങളുടെ സംസ്കരണത്തിനും മൂല്യവർദ്ധനയ്ക്കുമുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി 10 മിനി ഫുഡ് പാർക്കുകൾ പ്രഖ്യാപിച്ചത്. മിനി ഫുഡ് പാർക്കിന് 10 ഏക്കർ ഭൂമിയാണ് ആവശ്യമുള്ളത്. ഈ ഭൂമി കിൻഫ്ര വികസിപ്പിച്ചെടുത്ത ചെറു യൂണിറ്റുകൾക്ക് ദീർഘകാല പാട്ടത്തിന് നൽകും. ഓരോ പ്ലോട്ടിലേക്കും നേരിട്ട് പ്രവേശനം നൽകുന്ന തരത്തിൽ റോഡുകൾ, ജലം, വൈദ്യുതി, ഡ്രെയിനേജ് സൗകര്യം എന്നിവ നൽകും. മിനി ഫുഡ് പാർക്കിന് ശരാശരി 30 സെന്റ് പ്ലോട്ടുള്ള ഏകദേശം 25 യൂണിറ്റുകളെ ഉൾക്കൊള്ളാൻ കഴിയും. പാർക്ക് പൂർത്തിയാകുമ്പോൾ 500ഓളം പേർക്ക് നേരിട്ട് തൊഴിലവസരം ലഭിക്കും. മംഗളൂരു വരെ നീട്ടിയ വന്ദേ ഭാരത് ട്രെയിനിന്റെ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വഴി കാസർകോട്ടേക്ക് സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസാണ് മംഗളൂരു വരെ നീട്ടുന്നത്. വൈകിട്ട് 4:05 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ രാത്രി 12:40 മംഗളൂരുവിൽ എത്തിച്ചേരും. ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ് ട്രെയിനിന് തെന്മലയിൽ സ്റ്റോപ്പ് അനുവദിക്കാൻ റെയിൽവേ ബോർഡ് തീരുമാനിച്ചു. KPCC ഭാരവാഹികളുടെയും DCC അധ്യക്ഷന്മാരുടെയും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെയും അടിയന്തര യോഗം മറ്റന്നാൾ രാവിലെ KPCC ആസ്ഥാനമായ തിരുവനന്തപുരം ഇന്ദിരാഭവനിൽ ചേരും. വർക്കല പാപനാശം ബീച്ചിൽ ശക്തമായ തിരയിൽപ്പെട്ട് കൈവരി തകർന്നുണ്ടായ അപകടത്തെ തുടർന്ന് ഫ്ളോട്ടിംഗ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തി. സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രവർത്തിച്ചതിന് നടത്തിപ്പുകാർക്കെതിരെ പോലീസ് കേസെടുത്തു. ആലപ്പുഴ KSRTC യൂണിറ്റുകളിൽ നിന്നുള്ള കമ്പം തേനി അന്തർ സംസ്ഥാന ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകൾ ആരംഭിച്ചു. രാവിലെ 6 മണിക്കുള്ള ആദ്യ ട്രിപ്പ് മുഹമ്മ, തണ്ണീർമുക്കം, കോട്ടയം, കാഞ്ഞിരപ്പള്ളി, കട്ടപ്പന, പുലിയൻ മല വഴി കമ്പമേട്ടിലെത്തും. ഉച്ചയ്ക്ക് 2-ന് കമ്പത്ത് നിന്ന് ആലപ്പുഴയിലേക്കുള്ള സർവീസ് ചെറുതോണി, തൊടുപുഴ, തൃപ്പൂണിത്തുറ, തോപ്പുംപടി, ചേർത്തല, കഞ്ഞിക്കുഴി വഴിയാണ്. ഉച്ചയ്ക്ക് 1:30-നാണ് ആലപ്പുഴയിൽ നിന്നുള്ള തേനി സർവീസ്. വൈകിട്ട് 5-ന് തേനിയിൽ നിന്ന് തിരിച്ചും സർവീസുണ്ട്. KSRTC കരുനാഗപ്പള്ളി ഓപ്പറേറ്റിംഗ് സെന്ററിൽ നിന്ന് ശാസ്താംകോട്ട, ഭരണിക്കാവ്, അടൂർ, പത്തനാപുരം, പുനലൂർ, കോട്ടവാസൽ വഴി തെങ്കാശിയിലേക്ക് പുതിയ ബസ് സർവീസിന് തുടക്കമായി. വെളുപ്പിന് 4:30-ന് കരുനാഗപ്പള്ളി സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന ബസ് 8:10-ന് തെങ്കാശിയിൽ എത്തും. 8:40-ന് തെങ്കാശിയിൽ നിന്ന് പുറപ്പെട്ട് 12-ന് തിരികെ കരുനാഗപ്പള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് ഉച്ചയ്ക്ക് 1:50-ന് പുറപ്പെടുന്ന ബസ് 5:30-ന് തെങ്കാശിയിലും തുടർന്ന് 6-ന് തെങ്കാശിയിൽ നിന്നും പുറപ്പെട്ട് രാത്രി 9:40-നും കരുനാഗപ്പള്ളിയിലും അവസാനിക്കുന്ന തരത്തിലാണ് സർവീസ്. പത്തനംതിട്ട കോന്നിയിൽ 15 കോടി രൂപ ചെലവിട്ട് നിർമ്മാണം പൂർത്തീകരിച്ച മുറിഞ്ഞകൽ, അതിരുങ്കൽ, പുന്നമൂട്, കൂടൽ, രാജഗിരി റോഡിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് അതിരുങ്കൽ ജംഗ്ഷനിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. 5 കോടി രൂപ ചെലവിൽ ആധുനിക നിലവാരത്തിൽ നിർമ്മിക്കുന്ന പുതുവൽ കുന്നിട റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം പുതുവൽ ജംഗ്ഷനിലും മന്ത്രി നിർവഹിക്കും. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവർത്തന സജ്ജമായ വനിതാ ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം ഇന്ന് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. 6 നിലകളുള്ള കെട്ടിടത്തിൽ 404 വിദ്യാർത്ഥികൾക്ക് താമസിക്കുവാനുള്ള സൌകര്യങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. 96ാമത് ഓസ്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച നടനുള്ള പുരസ്കാരത്തിന് കിലിയൻ മർഫി അർഹനായി. ഓപ്പൺ ഹെയ്മറിലെ മികച്ച പ്രകടനത്തിനാണ് പുരസ്കാരം. പൂർ തിങ്സിലെ അഭിനയത്തിന് എമ്മ സ്റ്റോൺ മികച്ച നടിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി. ഓപ്പൺ ഹെയ്മറാണ് മികച്ച സിനിമ. ഓപ്പൺ ഹെയ്മറിന്റെ സംവിധായകൻ ക്രിസ്റ്റഫർ നോളനെ മികച്ച സംവിധായകനായി തെരഞ്ഞെടുത്തു. മികച്ച സിനിമ, സംവിധായകൻ, നടൻ തുടങ്ങി 7 പുരസ്കാരങ്ങൾ ഓപ്പൺ ഹെയ്മർ സ്വന്തമാക്കി. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് ഗോവയെ നേരിടും. രാത്രി 7:30-ന് ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ മോഹൻ ബഗാൻ 1-നെതിരെ 3 ഗോളുകൾക്ക് ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് UP വാരിയേഴ്സ് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. രാത്രി 7:30-ന് ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീശക്തിയുടെ മഹത്വം ഉയർത്തിയും സ്ത്രീകൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ചും മാത്രമേ ഏതൊരു രാജ്യത്തിനും മുന്നേറാൻ കഴിയൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയപാത 66-ൽ മുക്കോല മുതൽ കേരള തമിഴ്നാട് അതിർത്തി വരെയുള്ള 4-വരിപ്പാതയും തലശ്ശേരി മുതൽ മാഹി ബൈപ്പാസ് വരെയുള്ള 6-വരിപ്പാതയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസിൽ വിവരങ്ങൾ നൽകാൻ സമയം നീട്ടി നൽകണമെന്ന SBIയുടെ അപേക്ഷ സുപ്രീംകോടതി തള്ളി. കേരള സർവകലാശാല യുവജനോത്സവം ഇന്ന് സമാപിക്കും. ഓസ്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച ചിത്രത്തിനുൾപ്പെടെ 7 പുരസ്കാരങ്ങൾ നേടി ഓപ്പൺ ഹെയ്മർ. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് ഗോവയെ നേരിടും. ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.